ഹലോ ഗൈസ്, വരുണിക വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എന്റെ നാത്തൂന്. തിരിയോ ഇതെന്റെ നാത്തൂനാണ് കേട്ടോ, എന്റെ ഒരേ ഒരു നാത്തൂൻ. അപ്പൊ ആള് നന്നായി ഫുഡ് ഉണ്ടാക്കും. എനിക്ക് ആള് വന്നേ പിന്നെ ഇവര് ഇവിടെ വന്ന് നിക്കണെന്ന് വെച്ചാൽ വീട് പണിയായ കാരണമാണ് കേട്ടോ അവിടെ വന്ന് നിക്കണത്. അപ്പൊ ഫുഡ് നന്നായി ഉണ്ടാക്കും. അപ്പൊ അത് കാരണം നല്ല നല്ല വെറൈറ്റി ഫുഡുകൾ നമുക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലിട്ടും ചെയ്യാം. ഇപ്പൊ ഇവര് വന്ന് ഇവിടെ നിന്ന് ഈ ഇതൊക്കെ എടുക്കണ കാരണമാണ് യൂട്യൂബ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കണത് വ്യൂവേഴ്സ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്നിട്ട് പിന്നെ കോവക്കായ മീൻകറി. കോവക്കായ മീൻകറിയാണ്. അപ്പൊ സിയാദിനും പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അപ്പൊ അവരത് കാരണം അവിടെ എടുക്കുകയാണ് അവര്. അല്ലെങ്കിൽ ഇതില് ആക്റ്റീവായിട്ട് വന്നേനെ. അപ്പൊ നമുക്ക് കോവക്കായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. സിയാദ് മോന് ഇപ്പൊ റെഡിയായി തുടങ്ങിട്ടാ. എന്നാലും ചെറിയൊരു പനി ഉണ്ട് അവന്. ദേണ്ട് ഷീയക്കുട്ടി ഇങ്ങനെ കിടക്കാൻ. എന്നാലും അവൾക്ക് നാവിനൊരു കുറവില്ല കേട്ടാ. നല്ല നാവുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ അവളെ. അവളങ്ങനെ കിടക്കാണ്. ഇവര് പിന്നെ ഒരു പണിയില്ലാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കോവക്കായ ചെറിയ കുറച്ച് ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതിൽ ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം തിരുമ്പിയിട്ട് നമ്മൾ വെക്കണം കേട്ടോ, അതിലൊക്കെ പിടിക്കാൻ വേണ്ടി. ഇത് നാടൻ കോവക്കായ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണല്ല, നാടൻ കോവക്കായാണ്. അപ്പോൾ അതിന് കുറച്ച് വേവുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ കോവക്കായാണ് കേട്ടോ അത്. അതാണ് ഇത്ര നല്ല പച്ച കളറിലൊക്കെ ഇരിക്കണം. നല്ല ഗുണ്ടുമണി കോവക്കായകളാണ് ഇവിടുത്തെ ഒക്കെ. അപ്പോൾ ഇത് അതിൽ അരച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തോന്നുന്നത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നല്ല കുനുകുനാന്നായിട്ട് അരിഞ്ഞ് വെച്ചേക്കണേ. ചെറിയുള്ളിയുടെ ഉള്ളിൽ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, തക്കാളി, ചെറിയുള്ളി, മുളക്. ഞങ്ങളിന്ന് പട്ടിക്കാട് തോട്ടപ്പടി പോയി വന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കറിവേപ്പില തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ കറിവേപ്പില ഞങ്ങൾക്ക് ഒരു കമ്പ് പൊട്ടിച്ചൊന്നു മേളിന്ന്. നല്ല ഫ്രഷ് കറിവേപ്പില ചേട്ടത്. ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നല്ല കോവക്കായാണ് കേട്ടോ, നല്ല ടേസ്റ്റ് അതിന്. നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ടേ, നാടനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ നമ്മുടെ അരി ദേ ഇവിടെ കിടന്ന് വേവണുണ്ട്. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇതിൽ ചെറിയുള്ളി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സിയതേ എണിച്ചു. സിയാക്കതേ മരുന്ന് കൊടുക്കാൻ പോവാണ്. അത് നമുക്കിങ്ങനെ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൊട്ടിക്കണ്ട, പക്ഷെ പൊട്ടിപ്പോന്നു. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഇതുമ്മ വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ഇതിൽ കിട്ടും കേട്ടോ. പക്ഷെ അതെടുക്കണ്ട, അത് കൊളായി. തണുപ്പ് കാലം തോന്നുന്നത്, മഴ കോവക്കായ മാത്രം ഇട്ടിട്ടല്ല കേട്ടോ മീൻകറി വെക്കണേ. ഒരു വലിയ ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഉണക്കമീൻ ഇട്ടിട്ടാണ് മീൻകറി വെക്കണത്. ഇപ്പം ഇതേ നമ്മുടെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് കടുക് കുറച്ചിട്ടു, ഉലുവ കുറച്ചിട്ടു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതേ ഇപ്പം മൂപ്പിക്കാണ് കേട്ടോ. തക്കാളി നമ്മൾ ഇട്ടിട്ടില്ല, തക്കാളി ലാസ്റ്റ് ആവുലേക്ക് ഇടാം. കറിവേപ്പില ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ട്, ഉപ്പ് കുറവാണ്, നല്ല രുചിയുണ്ട്. നന്നായി ഒന്നും ഫ്രൈ ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്നും വെന്തിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്റെ നാത്തു ഉണ്ടാക്കണത് നല്ല രുചിയാണ്. അല്ലാട്ടോ അതൊന്നല്ല, നാടനായിട്ടല്ല, അടുക്കള കയറാൻ വേണ്ടിയിട്ടല്ല, അത് എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. തീർക്കോ നല്ല ടേസ്റ്റ്. ഫോൺ ഹാങ് ആവണോണ്ട്
വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടു, കുറച്ച് വെള്ളം ഇട്ടു. അയ്യോ പോയി തക്കാളി കൂട്ടണം. കഴിച്ചപ്പോൾ ഇത് എത്തി. എനിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷെ ഇനി എടുത്ത് കഴിഞ്ഞാൽ മാമി ചീത്ത പറയും. എത്രയും പെട്ടെന്ന് അടുക്കളയിൽ വാതിൽ വെക്കണം. കറിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പകുതി വേവിച്ച് വെച്ച കോവക്കായൊക്കെ നമ്മൾ ഇതേ മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇതേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഉണക്ക മീൻ അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് മീൻ കറി ഫില്ലാവുക. നമുക്ക് കോവക്കായ മാത്രമായിട്ടും വെക്കാം. ഇതിലിപ്പോൾ ഇവിടെ ഉണക്കമീൻ ഉള്ളതുകൊണ്ട് ഉണക്കമീൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, മാത്രമായിട്ടാണ് മീൻകറി വെക്കുക, നല്ല ടേസ്റ്റാണ്. കറിയൊക്കെ ആയിട്ട് അമ്മ ചോറുണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. കോവക്കായയിലൊക്കെ നല്ല പുളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനിൽ പുളി പിടിച്ചേക്കണ പോലെ തന്നെ പപ്പടമുണ്ട്. സിയാദും സിനിമമ്മയൊക്കെ ദേ എപ്പോഴാണ് ചോറിന്. ഞങ്ങൾ 4 പേര് ഇപ്പോഴാണ് ചോറിന്. അവർ 2 പേരും ചോറുണ്ട് കഴിഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.